നമസ്കാരം, ഞാൻ ദീപ്തി. മനാറ കെയർ ജോയിന്റ് ഫ്രീ കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. പവർഡ് ബൈ ARMC. ജാർഖണ്ഡ് കിട്ടി, ഇനി കാശ്മീർ. കാശ്മീരിൽ സർക്കാർ രൂപീകരിക്കുമെന്ന് BJP. അരുൺ ജെയ്റ്റ്ലി നാളെ കാശ്മീർ സന്ദർശിക്കും. മുഖ്യമന്ത്രി സ്ഥാനത്തിന് അവകാശവാദം ഉന്നയിക്കും. 6 സ്വതന്ത്രരുടെ പിന്തുണയെന്ന് BJP. ജാർഖണ്ഡിൽ മുഖ്യമന്ത്രി ആരെന്ന് നാളെ തീരുമാനം. ഇന്നത്തെ ചർച്ച ഫലം കണ്ടില്ല. MLA-മാരുടെ യോഗം നാളെ. ദേശീയ ഉപാധ്യക്ഷൻ രഘുബർ ദാസിന് സാധ്യത. വിസ്മയമായി വായുസേന. ദക്ഷിണ വ്യോമസേനയുടെ എയർ ഷോ ശംഖുമുഖത്ത്. യുദ്ധവിമാനങ്ങളുടെ അഭ്യാസ പ്രകടനം സേനയുടെ 30ാം വാർഷികത്തോടനുബന്ധിച്ച്. കാണികളെ ത്രസിപ്പിച്ചത് മണിക്കൂറിൽ 2120 കിലോമീറ്റർ വേഗതയുള്ള റഷ്യൻ സുഖോയ്, ബ്രിട്ടീഷ് ഫ്രഞ്ച് നിർമ്മിത ജഗ്വാർ വിമാനങ്ങൾ. മാറ്റുകൂട്ടിയത് എയർ വാരീസ് ഡ്രിൽ ടീമിന്റെ 4 സാരംഗ് ഹെലികോപ്റ്ററുകളും പാരാഗ്ലൈഡിംഗ് അഭ്യാസവും. 6 വർഷത്തിനു ശേഷം ശംഖുമുഖത്ത് നടത്തിയ എയർ ഷോയ്ക്ക് ഇന്ന് സമാപനം. ഘർ വാപ്പസിയോ, അതെന്താ? കേരളത്തിൽ നിർബന്ധിത മതപരിവർത്തനമല്ലെന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി. ആരോടും ഏറ്റുമുട്ടാനില്ല, പ്രതിപക്ഷത്തോട് പോലും ഏറ്റുമുട്ടാനില്ലെന്ന് മുഖ്യമന്ത്രി. ചാരായ നിരോധനം വിജയിച്ചത് പ്രായോഗികത കൊണ്ട്. മദ്യനയത്തിലെ മാറ്റം വിജയം കാണും. സുധീരന്റെ പ്രസ്താവന ഗുണം ചെയ്തത് പ്രതിപക്ഷത്തിന്. കരുണാകരനെ കുറിച്ചുള്ള പ്രസ്താവന എല്ലാവർക്കും ബാധകമെന്നും മുഖ്യൻ. പരമോന്നത ബഹുമതിയിൽ മുൻ പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയിക്കും സ്വാതന്ത്ര്യ സമര നായകൻ മദൻ മോഹൻ മാളവ്യയ്ക്കും ഭാരതരത്ന. തീരുമാനം കേന്ദ്രമന്ത്രിസഭായോഗത്തിൽ. ശുപാർശ രാഷ്ട്രപതി അംഗീകരിച്ചു. വാജ്പേയിക്ക് നാളെ 90ാം പിറന്നാൾ. ജന്മദിനം സദ്ഭരണ ദിനമായി ആചരിക്കാനുള്ള തീരുമാനം വിവാദം. മാളവ്യയുടെ ഭാരതരത്ന മരണാനന്തര ബഹുമതി. മനാറ കെയർ ജോയിന്റ് ഫ്രീ കൗമുദി ഹെഡ്ലൈൻസ് പവർഡ് ബൈ ARMC സമാപിക്കുന്നു. അടുത്ത ഹെഡ്ലൈൻസ് 1 മണിക്കൂറിന് ശേഷം. നമസ്കാരം.